ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്വപ്ന ബേബി. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ്, അതായത് എഗ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില, പെരിഞ്ചീരകം, ഇഞ്ചി. ഇതെല്ലാമാണ് മുട്ട റോസ്റ്റിന് വേണ്ട സാധനങ്ങൾ. ഇതെല്ലാം ഞാൻ ഒരു ഇടിക്കല്ലിലിട്ട് ഇടിച്ച് ചതച്ച് വയ്ക്കും. അതായത് ചതച്ച് വെച്ചാൽ മതി, അരച്ചെടുക്കരുത്, ചതച്ച് വയ്ക്കുക. ഒരു ഫ്രൈ പാൻ വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ചതച്ചതെല്ലാം ഇടാം. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മൂക്കണം, നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നല്ല മൂത്ത മണം വരണം. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല മൂത്ത മണം വരും. കണ്ട, ഇതിപ്പോൾ മൂത്തു, കണ്ട, മൂത്ത മണം വന്നു. ഇനി നമുക്ക് സബോള ഇടാം. ഞാൻ 2 വലിയ സബോളയാണ് എടുത്തേക്കണേ. ചെറുതാണെങ്കിൽ 3 സബോള എടുക്കുക. ഇത് 2 വലിയ സബോള എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 മുട്ടയ്ക്കുള്ള മുട്ടക്കറി മതി. അതിന് വേണ്ടിയിട്ടുണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ കൂടുതലെടുക്കാം. ഇത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ 10 ഇട്ടുണ്ട്. ഇത് കാന്താരിയാണ്. മറ്റേ മുളക്, സാധാ മുളക് കിട്ടുകയാണെങ്കിൽ അതിട്ടാൽ മതി. എനിക്കത് കിട്ടാത്ത കാരണം ഇതിട്ടത്. ഇത് പിന്നെ ഞാൻ ഇത് വാടാൻ വേണ്ടിയിട്ട് സബോളയ്ക്ക് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളകിയാലാണ് ഇളകി വാടി കിട്ടണം. സബോള നന്നായിട്ട് വാടിയാൽ മാത്രമേ ഈ മുട്ടക്കറിക്ക് ടേസ്റ്റ് ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ സബോള വാടാന്നാണ് നേരം എടുക്കുക. സബോള നന്നായിട്ട് വാടിയില്ലെങ്കിൽ മുട്ടക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം നമ്മൾ നന്നായിട്ട് ഇളക്കി വാട്ടി കിട്ടണം. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. നമ്മളിത് ഈ സബോള വാടണ നേരം മാത്രം മതിയിട്ട് മുട്ടക്കറിക്ക്. വേണ്ട, ഇപ്പോൾ സബോള ഒരുവിധം വാടിയിട്ടുണ്ട്, കണ്ടില്ലേ? വാടി ഒരുവിധമായി. നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉള്ളേ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയാണ്, നന്നായിട്ട് വാടണം. ഇനി മുളക് പൊടി ഇടാം. ഇത് മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മൾ സിമ്മിലിടണം കേട്ടോ. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണേ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ ഞാൻ ജീരകപ്പൊടിയാണ്, ജീരകം പൊടിച്ചതില്ലേ, ആ ജീരകപ്പൊടിയാണ് 1/2 ടീസ്പൂൺ ഇടുന്നത്. കണ്ടില്ലേ? ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ പൊടികൾ ഇടുന്ന സമയത്ത് നമ്മൾ തീ സിമ്മിലിടണം കേട്ടോ. ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞ് പോവും. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും. ഈ മുളകൊക്കെ ഒന്ന് പച്ചമണം മാറണം, അതുവരെ ഇളക്കുക. കണ്ട, എന്നിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയില്ലെങ്കിൽ ശരിയാവില്ല. തീ സിമ്മിലിട്ടിട്ട് വേണ്ടിട്ടാ ഇളക്കി അതിൻ്റെ പച്ചമണം കളയണം. ഇപ്പോൾ ഒരുവിധം ആയി. ഇനി കണ്ട, മൂത്ത് അതിൻ്റെ കളറൊക്കെ മൂക്കുമ്പോൾ കണ്ട വ്യത്യാസം വരണ്ട, കരിഞ്ഞു പോകരുത്. ഇത് ഞാൻ 2 തക്കാളിയാണ് കേട്ടോ എടുത്തത്. ചെറിയ തക്കാളിയായിരുന്നു എൻ്റെ കയ്യിലുള്ളത്, അത് കാരണമാണ് 2 എടുത്തത്. വലിയ തക്കാളിയാണെങ്കിൽ 1 ഇട്ടാൽ മതി. ഈ തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് തക്കാളി വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. അതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ച് വേവിച്ചെടുത്തത്. തക്കാളിയൊക്കെ വെന്തു, കണ്ട, നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളി വെന്ത് ഉടഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഈ 1 ഗ്ലാസ് വെള്ളത്തിന് 3/4 ഗ്ലാസ് എടുത്താൽ മതി. 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് അതിലേക്ക് ചേരണം ഈ സബോളയിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ്. ഇത്തിരി ഗ്രേവിയും വേണ്ടേ. ഇപ്പം നമുക്ക് ഉപ്പും ഇതൊക്കെ നോക്കാട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇടാം. ഈ സമയത്ത് ഞാൻ ഒരു സൂത്രം പറ്റും. ഞാനൊരിത്തിരി പഞ്ചസാര ഇടും. അത് ഞാൻ കറി വേൾഡിൽ അത് കണ്ട് പഠിച്ചതാണ്. അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് വീണ എല്ലാത്തിലും പഞ്ചസാര ഇടണത്. അതുപോലെ ഞാനും കുറച്ച് പഞ്ചസാര ഇടും കേട്ടോ ഈ സമയത്ത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പഞ്ചസാര ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതിന്. അത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി.
എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ച് ഈ വെള്ളം വറ്റിക്കണം. കണ്ട വെള്ളം വറ്റി മുട്ടയിൽ ഞാൻ ഈ മുട്ട വരഞ്ഞാണ് ഇട്ടേക്കണത്. അത് കാരണം ഈ മുട്ടയിലും കൂടി ഈ മുട്ടക്കറിയുടെ എല്ലാം ചേർന്നിട്ടുണ്ട്. എരിവും ഇതൊക്കെ മുട്ടയിലും ചേർന്നിട്ടുണ്ട്. നല്ല മുട്ടക്കറി ഉണ്ട്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. അത്ര ടേസ്റ്റാണ്. ആ സബോള വാടാനാണ് നേരെ എടുക്കണുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.